പഴമയുടെ തനിമയും ഒരുമയുടെ മഹിമയും സമ്മേളിച്ച സുരഭിലമായ ഓർമ്മകളുമായി വീണ്ടും ഒരു ഓണക്കാലം കടന്നുപോകുമ്പോൾ പലശന എന്ന പാലക്കാടൻ ഗ്രാമത്തിൽ ഇന്ന് രണാരവത്തിന്റെയും പോർവിളിയുടെയും അവിട്ടത്തല്ല് നടക്കും. പണ്ടെന്നോ നടന്ന പടയോട്ടത്തിന്റെയും പോർവിളിയുടെയും വീരസ്മരണകളയവിറക്കിയാണ് പലശനക്കാർ ഓണം തല്ലി ആഘോഷിക്കുന്നത്. തിരുവോണനാളിലെ ഓണത്തല്ലിന് പിന്നാലെയാണ് ഇന്ന് അവിട്ടത്തല്ല് നടക്കുന്നത്. തിരുവോണനാളിൽ തല്ലുമെന്നത് വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിലും പഴയകാവിൽ മന്നാടിയാർ സമുദായത്തിന്റെ നേതൃത്വത്തിലുമാണ് ഓണത്തല്ല് നടന്നത്. അവിട്ടം നാളിൽ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രാങ്കണത്തിൽ നായർ സമുദായത്തിന്റെ നേതൃത്വത്തിലാണ് തല്ല് നടക്കുക. യുദ്ധത്തിന്റെ പുറപ്പാടിന്റെ ഓർമ്മയുണർത്തും വിധം തല്ലിൽ പങ്കെടുക്കുന്ന ദേശക്കാർ അവരവരുടെ ദേശദൈവങ്ങളെ വണങ്ങി കച്ചകെട്ടി ഭസ്മമണിഞ്ഞാണ് തല്ലിനെത്തുന്നത്. യോദ്ധാക്കളുടെ നിരയോട്ടം കഴിഞ്ഞാൽ പിന്നെ തല്ലിനുള്ള അരങ്ങുണരുകയായി. ഇരു ദേശങ്ങളിൽ നിന്നും സമാന ശരീരപ്രകൃതമുള്ള ഒരാൾ വീതം ജോഡിയായി മുന്നോട്ടു വരുന്നു. ഇവരിലൊരാൾ കൈകൾ രണ്ടും ഉയർത്തി ഒരു കാൽ മുന്നോട്ട് വെച്ച് കൂട്ടിപ്പിടുത്തക്കാരുടെ കൈകളുമായി ഇരു കൈകളും കോർത്തുപിടിച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്നു. കാരണവന്മാർ ഈ യോദ്ധാവിന്റെ കണ്ണുപൊത്തി നെഞ്ച് താങ്ങിപ്പിടിക്കുന്നതോടെ മറുചേരിയിൽ നിന്നുള്ളയാൾ കൈ പരത്തിപ്പിടിച്ച് പരമാവധി ശക്തിയിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നയാളുടെ പുറത്ത് ആഞ്ഞൊരടിയടിക്കുന്നു. തുടർന്ന് ഇതേ രീതിയിൽ തല്ലിയയാളുടെ പുറത്ത് തല്ലുകൊണ്ടയാളും തിരിച്ചൊരടിയടിക്കുന്നു. ഇതോടെ അടുത്ത ജോഡികൾ തല്ലിനിറങ്ങുന്നു. ഈ വിധം നിരവധി ജോഡി യോദ്ധാക്കൾ ആട്ടിപിരിഞ്ഞ് തല്ലുന്ന ചടങ്ങാണ് ഓണത്തല്ലും അവിട്ടത്തല്ലും. ഓരോ തല്ല് കഴിയുമ്പോഴും ധൂയ്വിളികൾ ഉണരും. തല്ല് കഴിഞ്ഞാലുടൻ യോദ്ധാക്കളുടെ മെയ്യഭ്യാസ പ്രകടനമായ വള്ളിച്ചാട്ടവും തുടർന്ന് കുളംചാട്ടവും നടക്കും. കുളി കഴിഞ്ഞീറനോടെ ക്ഷേത്രത്തിലെത്തുന്ന യോദ്ധാക്കൾ ശയനപ്രദക്ഷിണം നടത്തി വേട്ടയ്ക്കൊരുമകന് നേർച്ചയർപ്പിക്കുന്നു. തുടർന്ന് മേൽശാന്തി തീർത്ഥം തെളിച്ച് ക്ഷേത്ര നടയടയ്ക്കുന്നതോടെ ചടങ്ങുകൾ സമാപിക്കും. UTV ന്യൂസ്, പാലക്കാട്.